2013 സെപ്റ്റംബർ 20 സമയം ഉച്ചയ്ക്ക് 2 മണി. മുംബൈയിലെ സെഷൻസ് കോടതിക്ക് മുന്നിൽ ജനത്തിരക്ക് അതിന്റെ പാരമ്യത്തിലാണ്. പെട്ടെന്നാണ് സൈറൻ മുഴക്കിക്കൊണ്ട് ആ പോലീസ് വാൻ അവിടെ വന്നു നിന്നത്. പിന്നാലെ ആയുധധാരികളായ പോലീസുകാരുടെ അകമ്പടി വാഹനവും. വാനിന്റെ പിൻവാതിൽ തുറന്നു. ഓരോരുത്തരായി 22 തടവുകാർ പുറത്തേക്ക്. ഇന്ന് വിധി വരുന്ന ദിവസമാണ്. നിയമത്തിന്റെ ചില പഴുതുകൾ കാരണം അന്ന് ആരുടെയും കൈകളിൽ വിലങ്ങ് വച്ചിരുന്നില്ല. കോടതി വരാന്തയിലെ തടികൊണ്ടുള്ള നീളൻ ബെഞ്ചുകളിൽ അവരെ വരിവരിയായി ഇരുത്തി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 5 പോലീസുകാരിൽ 2 പേർ രേഖകൾ ശരിയാക്കാൻ മുറിയിലേക്ക് പോയി. ബാക്കിയുള്ള 3 പോലീസുകാർ ഉച്ചവെയിലിൽ തളർന്ന് അല്പം മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ബെഞ്ചിൽ ഒരു ഇളക്കം സംഭവിച്ചു. ഒരു തടവുകാരൻ അതീവ വേഗത്തിൽ എഴുന്നേറ്റ് ആൾക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. തൊട്ടടുത്തിരുന്നവർ ഉടൻ തന്നെ നീങ്ങിയിരുന്ന് ആ സ്ഥലം നികത്തി. പോലീസുകാർ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ. 40 മിനിറ്റുകൾ കടന്നുപോയി. എല്ലാവരും എഴുന്നേൽക്കൂ, കോടതിയിലേക്ക് കയറാം, ഓഫീസറുടെ ശബ്ദം മുഴങ്ങി. അയാൾ തടവുകാരെ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 10, 20, 21. അയാളുടെ ശ്വാസം നിലച്ചു. എണ്ണത്തിൽ ഒരാൾ കുറവ്. ആയുധധാരികളായ പോലീസുകാരുടെ കൺമുന്നിൽ നിന്ന് ഒരാൾ അപ്രത്യക്ഷനായി. അപ്രത്യക്ഷനായത് ഒരു നിസ്സാരക്കാരനായിരുന്നില്ല. അഫ്സൽ ഉസ്മാനി, ഇന്ത്യൻ മുജാഹിദീന്റെ ഏറ്റവും അപകടകാരിയായ ബുദ്ധികേന്ദ്രം. 2008 ഗുജറാത്തിനെ ചോരയിൽ മുക്കിയ സ്ഫോടന പരമ്പരകളുടെ മുഖ്യ സൂത്രധാരൻ. 56 പേരുടെ ജീവനെടുത്ത കൊടും കുറ്റവാളി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മുംബൈ ATS ചീഫ് രാകേഷ് മരിയ ഞെട്ടിപ്പോയി. ഉസ്മാനി പുറത്തിറങ്ങിയാൽ രാജ്യം വീണ്ടും കത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവനെ എന്ത് വില കൊടുത്തും നമുക്ക് കിട്ടണം, മരിയ ഗർജിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ മുംബൈയിലെ ഏറ്റവും വിദഗ്ധരായ ഓഫീസർമാരുടെ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കപ്പെട്ടു. ഉസ്മാനി രക്ഷപ്പെട്ട വാർത്ത മുംബൈയെ നടുക്കിയപ്പോൾ ആ ദൗത്യമേറ്റെടുക്കാൻ രാകേഷ് മരിയയ്ക്ക് ഒരാളെ മാത്രമേ ഓർമ്മ വന്നുള്ളൂ: ഇൻസ്പെക്ടർ ദിനേശ് കദം. കാരണം അഫ്സൽ ഉസ്മാനി എന്ന ഭീകരനെ കദമിന് നന്നായി അറിയാം. 2008 അവനെ ആദ്യമായി തുറുങ്കിലടച്ചതും ഇതേ കൈകളായിരുന്നു. പക്ഷേ ഇത്തവണ സാഹചര്യം മാറി. ഉസ്മാനി ഒരു നിഴലായി മറഞ്ഞു കഴിഞ്ഞിരുന്നു. അന്വേഷണം ചെന്ന് അവസാനിച്ചത് ധാരാവിയിലെ ഉസ്മാനിയുടെ സഹോദരിയുടെ വീട്ടിലാണ്. ചോദ്യം ചെയ്യലിൽ അവർ മൗനം പാലിച്ചു. പക്ഷേ കദമിന്റെ കണ്ണുകൾ ചുമരിലെ ആ ഫോട്ടോയിൽ ഉടക്കി. ഉസ്മാനിയുടെ സഹോദരിയും മകൻ ജാവേദും നിൽക്കുന്ന ഒരു ചിത്രം. ഇവനെവിടെ? കദമിന്റെ ചോദ്യം മൂർച്ചയുള്ളതായിരുന്നു. അവൻ ജോലിക്ക് ദുബായിലേക്ക് പോയി. വിറയ്ക്കുന്ന ശബ്ദത്തിൽ സഹോദരി മറുപടി നൽകി. കദം ഒന്ന് പുഞ്ചിരിച്ചു. ധാരാവിയിലെ ഒരു ചെറിയ മുറിയിൽ കഴിയുന്ന ഈ പയ്യന് പെട്ടെന്ന് ദുബായിലേക്ക് പറക്കാൻ ആര് പണം നൽകി? അന്വേഷണത്തിൽ കദം ഒരു കാര്യം കണ്ടെത്തി. ഉസ്മാനി ജയിലിലായിരുന്നപ്പോൾ അവനെ കാണാൻ ഏറ്റവും കൂടുതൽ എത്തിയിരുന്നത് ഈ മരുമകൻ ജാവേദാണ്. 1 മാസം കടന്നുപോയി. ഉസ്മാനിയെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ സമ്മർദ്ദത്തിൽ കദം തന്റെ ടീമിനോട് പൊട്ടിത്തെറിക്കുമ്പോഴാണ് ആ ഫോൺ കോൾ വന്നത്. സർ, ജാവേദ് തിരിച്ചെത്തിയിട്ടുണ്ട്. അവൻ ധാരാവിയിലുണ്ട്. കദമും 4 ഓഫീസർമാരും സാധാരണ വേഷത്തിൽ ധാരാവിയിലെത്തി. ഒരു സിനിമാ സെറ്റിലെ പോലെ കദം തന്റെ കരുക്കൾ നീക്കി. 2 പേർ ചായക്കടയിൽ വെറുതെ ലോട്ടറി ടിക്കറ്റ് നോക്കി നിൽക്കുന്നു. മറ്റു 2 പേർ ആൾക്കൂട്ടത്തിനിടയിൽ സംസാരിച്ചു നിൽക്കുന്നു. കദം ഒരു പഴയ ബൈക്കിന് മുകളിൽ ഇരുന്നു കൊണ്ട് ആരോടോ ഫോൺ ചെയ്യുന്നതായി അഭിനയിക്കുന്നു. 10 മിനിറ്റ്. അതാ ജാവേദ് വരുന്നു. കദവുമായി അവന്റെ കണ്ണുകൾ ഉടക്കി. അന്തരീക്ഷത്തിൽ ഒരു നിശബ്ദത പടർന്നു. പന്തികേട് തോന്നിയ ജാവേദ് വീടിനടുത്തേക്ക് കുതിച്ചു. പക്ഷേ വേട്ടക്കാരൻ തന്റെ സിഗ്നൽ നൽകി കഴിഞ്ഞിരുന്നു. മിന്നൽ വേഗത്തിൽ ചായക്കടയിൽ നിന്ന് അവർ പാഞ്ഞെടുത്തു. ജാവേദ് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ അവൻ പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞു. ഒരു നിഴൽ പോലെ വന്ന് അവർ അവനെ പൊക്കിയെടുത്തു. പക്ഷെ ജാവേദ് അത്ര നിസ്സാരക്കാരനായിരുന്നില്ല. പോലീസിനെ കബളിപ്പിച്ച് അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കുതറിയോടി. അവൻ നേരെ കുതിച്ചത് ധാരാവിയിലെ ചാമർ ബസാറിലെ ഇടുങ്ങിയ ഗലികളിലേക്കായിരുന്നു. ഈ ഗലികൾ ജാവേദിന് സ്വന്തം വീട് പോലെയാണ്. പോലീസുകാർക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത ഇടുങ്ങിയ വഴികളിലൂടെ അവനൊരു മാന്ത്രികനെ പോലെ മറഞ്ഞു. പക്ഷേ കദം വിട്ടുകൊടുത്തില്ല. തന്റെ ബൈക്കുമായി അദ്ദേഹം ആ ഇടുങ്ങിയ വഴികളിലൂടെ പാഞ്ഞു. ഒരു ഷോർട്ട് കട്ടിലൂടെ ജാവേദിന് മുന്നിൽ കദം തന്റെ ബൈക്ക് കുറുകെ വെച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കസ്റ്റഡിയിലായ ജാവേദിന്റെ പോക്കറ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് 2 വ്യാജ പാസ്പോർട്ടുകളും കുറെ വിദേശ കറൻസികളുമാണ്. ഇത് വലിയൊരു നീക്കത്തിന്റെ തെളിവായിരുന്നു.
19 വയസ്സുകാരൻ ജാവേദ് ആദ്യം മൗനം പാലിച്ചെങ്കിലും കദമിന്റെ ശൈലിക്ക് മുന്നിൽ അവൻ തകർന്നുപോയി. അവൻ സത്യം വെളിപ്പെടുത്തി. മാമു ആ രാത്രി വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ നേരെ പോയത് ഉത്തർപ്രദേശിലെ തത്തറയിലേക്കാണ്. അവിടെ നിന്ന് നേരെ പാകിസ്ഥാനിലേക്ക് കടക്കാനായിരുന്നു പ്ലാൻ. കദം അലറി. ഇപ്പോൾ അവൻ എവിടെയുണ്ട്? ജാവേദ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. തത്തറയിൽ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ. ഒക്ടോബർ 26. സമയം ഒട്ടും കളയാനില്ലായിരുന്നു. കദമും സംഘവും ലക്നൌവിൽ പറന്നിറങ്ങി. UP പോലീസിനെ അറിയിക്കാതെ രഹസ്യമായി നീങ്ങാനായിരുന്നു തീരുമാനം. അവർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ വേഷം കെട്ടി തത്തറയിലെ ആ വീടിന്റെ വാതിലിൽ മുട്ടി. ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, മലേറിയ ചെക്കിങ്ങിന് വന്നതാണ്. വീട് അരിച്ചു പിറക്കിയിട്ടും ഉസ്മാനിയെ കണ്ടെത്താനായില്ല. കദമിന്റെ രക്തം തിളച്ചു. താൻ ചതിക്കപ്പെട്ടോ? നീ എന്നോട് കളിക്കുകയാണോ? നിന്റെ വീട്ടുകാരെ ഇപ്പോൾ ലോക്കപ്പിലിടും. കദം അലറി. കരഞ്ഞുകൊണ്ട് ജാവേദ് മറുപടി നൽകി. സാർ, എനിക്ക് തിരിച്ചു പോകാൻ ഒരു ദിവസം വൈകി. ആ വൈകൽ കണ്ടപ്പോൾ മാമുവിന് അപകടം മണത്തു. അദ്ദേഹം തനിയെ അതിർത്തിയിലേക്ക് തിരിച്ചിട്ടുണ്ടാവും. കദമിന് കാര്യം പിടികിട്ടി. ജാവേദ് മുംബൈയിൽ നിന്ന് കൃത്യസമയത്ത് തിരിച്ചെത്താത്തത് കണ്ട് ചതിയൻ ഉസ്മാനി അപകടം മണത്തു. അവൻ തനിയെ നേപ്പാൾ അതിർത്തിയിലേക്ക് കടന്നിരിക്കുന്നു. തത്തറയിൽ നിന്ന് നേപ്പാൾ അതിർത്തിയിലേക്ക് വെറും 7 മണിക്കൂർ ദൂരം മാത്രം. ആ 7 മണിക്കൂറുകൾ, അതിനുള്ളിൽ അവനെ പിടിച്ചില്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ ആ ഭീകരൻ നേപ്പാൾ വഴി പാകിസ്ഥാനിലെത്തും. പിന്നെ ഒരിക്കലും അവനെ തൊടാൻ ഇന്ത്യക്ക് കഴിയില്ല. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്മാനി കൈവിട്ടു പോകുമെന്നുറപ്പായ നിമിഷം ATS ചീഫ് രാകേഷ് മരിയ തന്റെ അവസാന അടവ് പുറത്തെടുത്തു. UP പോലീസിലെ തന്റെ ബാച്ച്മേറ്റായ ADGPയെ അദ്ദേഹം നേരിട്ട് വിളിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തത്തറയിലെ ആ വീട്ടിൽ നിന്ന് പോയ മുഴുവൻ ഫോൺ കോളുകളും പോലീസ് സ്കാൻ ചെയ്തു. ഉസ്മാനി തന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതായി അവർ കണ്ടെത്തി. കദമും സംഘവും ആ സുഹൃത്തിനെ വളഞ്ഞു. ജയിൽ ശിക്ഷയെക്കുറിച്ചുള്ള കദമിന്റെ താക്കീതിന് മുന്നിൽ അവൻ വിറച്ചുപോയി. അവൻ ആ രഹസ്യം വെളിപ്പെടുത്തി. ഉസ്മാനി നേപ്പാൾ അതിർത്തിക്കടുത്തുള്ള രൂപേഡിയ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. പുലർച്ചെ 3 മണി. രൂപേഡിയ സ്റ്റേഷൻ വിജനമാണ്. കദമും ടീമും സ്റ്റേഷന്റെ ഓരോ കോണിലും തിരച്ചിൽ നടത്തി. പക്ഷേ ഉസ്മാനിയെ കണ്ടെത്താനായില്ല. അപ്പോഴാണ് കദം ആ ചാണക്യതന്ത്രം പ്രയോഗിച്ചത്. ഉസ്മാനിയുടെ സുഹൃത്തിനെ കൊണ്ട് അവനെ ഫോൺ ചെയ്യിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടോ. എലിപ്പത്തായത്തിൽ വീണ എലിയെപ്പോലെ ഉസ്മാനി പുറത്തേക്ക് ഓടി. താടിയും മീശയും വടിച്ചു വേഷം മാറിയ ഒരു മനുഷ്യൻ കദമിന്റെ മുന്നിലൂടെ നടന്നുപോയി. ആദ്യം കദമിനവനെ മനസ്സിലായില്ല. പക്ഷേ പെട്ടെന്ന് കദമിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ആ നടപ്പിലെ ചെറിയൊരു മുടന്ത്. 2008 ഉസ്മാനിയെ പിടിക്കുമ്പോൾ അവന്റെ കാലിൽ ഒരു വെടിയുണ്ടയേറ്റിരുന്നു. ആ മുടന്ത് കദമിന് പരിചയമായിരുന്നു. അതവൻ തന്നെ. കദം അലറിക്കൊണ്ടവന്റെ പിന്നാലെ കുതിച്ചു. പോലീസ് പിന്നാലെയുണ്ടെന്നറിഞ്ഞ ഉസ്മാനി ജീവൻ രക്ഷിക്കാൻ പാഞ്ഞു. കദം അവന്റെ ബാഗിൽ പിടിച്ചു തൂങ്ങി. ബാഗ് ഉപേക്ഷിച്ചവൻ വീണ്ടും ഓടി. പക്ഷേ 1 മാസത്തെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് പകരം ചോദിക്കാൻ ഉറച്ച മുംബൈ പോലീസ് സംഘം അവനെ വളഞ്ഞു. ഒടുവിൽ നേപ്പാൾ അതിർത്തിക്ക് വെറും 400-500 മീറ്റർ മാത്രമകലെ ആ കൊടുംഭീകരൻ വീണ്ടും വിലങ്ങുകൾക്കുള്ളിലായി. അടുത്ത ദിവസം തന്നെ ഉസ്മാനിയും കൊണ്ട് കദം മുംബൈയിൽ തിരിച്ചെത്തി. രാകേഷ് മരിയയുടെ മുഖത്ത് വിജയച്ചിരി വിരിഞ്ഞു. മുംബൈ പോലീസിന്റെ അഭിമാനം കാക്കാൻ ആ സംഘം നടത്തിയ സാഹസിക പോരാട്ടം അവിടെ അവസാനിച്ചു. പാകിസ്ഥാനിലെ സുരക്ഷിത താവളങ്ങൾ സ്വപ്നം കണ്ട അഫ്സൽ ഉസ്മാനി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ വീണ്ടും തലകുനിച്ചു. മുംബൈ പോലീസിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിച്ച ഈ ഓപ്പറേഷനിലൂടെ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ധീരരായ ഉദ്യോഗസ്ഥരുടെ നിശ്ചയദാർഢ്യമാണ് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടത്.